Okay, good morning, all of you. Good morning, Miss. Good morning. Nihara, where is Nihara? Nihal. Nihara എവിടെ ചെയർ മാത്രമല്ലേ എവിടെ ഉള്ളൂ? All of you type present. Present type ചെയ്യണേ മക്കളെ എല്ലാവരും. Dandev, where are you going? എവിടെടാ പോയേ? Okay, in the previous class we study putting together, അല്ലേ? Putting together പഠിച്ചു നമ്മള്. പിന്നെ എന്താ പഠിച്ചേ? Taking away, അല്ലേ? ആഡ് ചെയ്യാനും പഠിച്ചു. ഉള്ളതിൽ നിന്ന് പോയാൽ, അതായത് ലെഫ്റ്റ് ആയാൽ ബാക്കി എത്ര, അല്ലേ? Taking away. അതൊരു പ്രാവശ്യം കൂടെ മിസ് പറയാം. മനസ്സിലായോ? പേജ് നമ്പർ 90, എത്ര മക്കളെ? 95. പേജ് നമ്പർ 95, taking away. There are 1, 2, 3, 4, 5, 6 balloons. How many balloons? How many balloons? Look here. Six. All of you look it. Okay, 6 balloons. There are 6 balloons. 6 balloons. അതിൽ നിന്നും 4 balloons taken away. അതിൽ നിന്നും 4 balloons taken away. 6 balloonil നിന്നും 4 balloons നമ്മൾ എടുത്തു മാറ്റി. അല്ലെങ്കിൽ അത് നമ്മുടെ കൈവിട്ടു പോയി, അല്ലേ? ഹൈഡ്രജൻ ബലൂൺ ഒക്കെ ആണെങ്കിലോ നമ്മളിപ്പോ ഉത്സവ സ്ഥലത്ത് നിന്നൊക്കെ ബലൂൺ വാങ്ങിച്ച്, ഹൈഡ്രജൻ ബലൂൺ ആണെങ്കിൽ ബലൂൺ വാങ്ങിച്ച് സാധാ ബലൂൺ പോലെ നമ്മൾ ഇങ്ങനെ നടന്നു കഴിഞ്ഞാൽ ബലൂണിന്റെ പണിക്ക് അങ്ങനെ പോകും, അല്ലേ? പോയിട്ടുണ്ടോ നിങ്ങളുടെ കയ്യിൽ നിന്ന് ഇതുവരെ? അത് അങ്ങ് പറന്ന് അങ്ങ് പോകും, അല്ലേ? ഇല്ല, ഹാനിയുടെ കയ്യിൽ നിന്ന് പോയിട്ടില്ല, അല്ലേ? ഓക്കെ, ഇത് ഹൈഡ്രജൻ ബലൂൺ അല്ലെന്ന് തോന്നുന്നു. 6 balloons, അതിൽ നിന്നും 4 balloons taken away. ബാക്കി, അതായത് 2 balloons left. അപ്പൊ എത്ര ബലൂൺസ് ഉണ്ട്? 6ൽ നിന്നും 4 ലെഫ്റ്റ് ആയ 4 balloon taken away ആയാൽ 2 balloons left. ഓക്കെ, 1, 2, 3, 4, 5, 6. 6 balloons. അതിൽ നിന്നും 1, 2, 3, 4 balloons taken away. ബാക്കി എത്രയുള്ളത്? 1, 2 balloons. ഓക്കെ, മോനെ വീഡിയോ ഓൺ ചെയ്തേ. ഓക്കെ, നെക്സ്റ്റ് അതിന് തൊട്ട് താഴെ in a bird, there are 5 birds, അല്ലേ? 5 birds sitting on the tree. ഒരു മരത്തിന്റെ കൊമ്പിൽ 5 birds ഇരിക്കുന്നുണ്ട്, അല്ലേ? അതിൽ നിന്നും 2 birds fly away. 2 birds പറന്നു പോയി. ബാക്കി എത്രയാ ഉള്ളത്? 1, 2, 3. 5ൽ നിന്നും 2 പോയാൽ ബാക്കി എത്രയാ? 3. അവിടെ എഴുതിയില്ലേ നിങ്ങൾ എല്ലാവരും? 3 എഴുതിയില്ലേ? ഷസിൻ? ആ, ഓക്കെ. അതിന് തൊട്ട് താഴെ monkeys ആണ്. 1, 2, 3 monkeys അവിടെ ഉണ്ട്, അല്ലേ? 3 monkeys അവിടെ ഉണ്ട്. അതിൽ നിന്നും എത്ര മങ്കിയാ ഓടിപ്പോയേ? പിക്ചർ നോക്കിയേ, ഒരു മങ്കിയല്ലേ ഉള്ളൂ. അപ്പൊ അതിന് തൊട്ട് താഴെയുള്ള കോളത്തിൽ 1 monkey എന്ന് എഴുതുക. ബാക്കി ലെഫ്റ്റ് ആയിട്ടുള്ളത് 2, അല്ലേ? 1, 2 monkeys അവിടെ. സോറി, ഓക്കെ, monkeys അല്ല, ഡോഗ്. 3 dogs, അതിൽ നിന്നും 1 dog run away. ബാക്കി ലെഫ്റ്റ് ആയിട്ടുള്ളത് 2 dogs. അതിന്റെ തൊട്ട് താഴെ നോക്കിയേ, എത്ര monkeys ഉണ്ട് നോക്കിയേ? മരത്തിന്റെ കൊമ്പിൽ എത്ര monkeys ഉണ്ട്? 1, 2, 3, 4 monkeys, അല്ലേ? How many monkeys? 4 monkeys sitting. അതിൽ നിന്നും 2 monkeys, അതായത് 1, 2 monkeys run away. 2 monkey ഓടിപ്പോയി, അല്ലേ? അപ്പൊ ബാക്കി എത്രയാ? How many monkeys left there? 2 monkeys. Okay, 1, 2 monkeys. അപ്പോ taken away എല്ലാവർക്കും മനസ്സിലായില്ലേ? തമ്പ് കാണിച്ച മിസ്സിന് ഇനി പറയണ്ടല്ലോ. ഓക്കെ, ഇനി ഇതുപോലത്തെ പിക്ചർ തരും. എക്സാമിന് അങ്ങനെയാണ് ഉണ്ടാവുക. എന്ത്? പിക്ചർ തരും, അത് കൗണ്ട് ചെയ്ത് അടുത്ത ഭാഗത്ത്, അതായത് ശേഷം അവിടെ എഴുതണം ഇത് എത്രയാ ഉള്ളത്. അതിന്റെ തൊട്ട് താഴെ പിക്ചർ തരും, എണ്ണി കൗണ്ട് ചെയ്ത് അതിന്റെ താഴെ എഴുതുക. അടുത്ത പിക്ചറും കൗണ്ട് ചെയ്ത് അതിന്റെ താഴെ എഴുതുക. പിന്നെ ഈക്വൽ ടു, അതായത് ലാസ്റ്റ് ടോട്ടൽ എത്ര പിക്ചറാണ് ഉള്ളത് എന്ന് വിചാരിച്ചാൽ അതും കൗണ്ട് ചെയ്യുക. ലെഫ്റ്റ് ആണെങ്കിൽ പിക്ചേഴ്സ് കൗണ്ട് ചെയ്ത് ആൻസർ കണ്ടുപിടിക്കേണ്ടതാണ്. മനസ്സിലായോ? ധനദേവിന് ഉറക്കം വരുന്നുണ്ടടാ? കോട്ട് വായൊക്കെ ഇടുന്നേ.
ആണോ? ശരിക്കും നമുക്ക് ക്ലാസ് ഒക്കെ മടുക്കുമ്പോഴല്ലേ കോട്ടുവായൊക്കെ ഇങ്ങനെ ഇടുന്നേ? മടുത്തോ മോനെ? ഇല്ല. വെരി ഗുഡ്, വെരി ഗുഡ്. അപ്പൊ നോക്കിയേ, അതിന്റെ തൊട്ട് നൗ ഐ ക്യാൻ, നിങ്ങൾക്ക് പറ്റുന്ന കാര്യങ്ങളാണുള്ളത്. അതിന്റെ തൊട്ടടുത്ത പേജിൽ നോക്കിയേ നിങ്ങള്, കളർ ദ പേൾ, അതായത് ആ പേളിൽ കളർ ചെയ്യാനാണ് പറഞ്ഞത്. നിങ്ങൾ പഠിച്ച കാര്യങ്ങൾ, നിങ്ങൾക്ക് അറിയുന്ന കാര്യങ്ങൾക്ക് നിങ്ങൾ കളർ ചെയ്യണം. നൗ ഐ ക്യാൻ, അതായത് പേജ് നമ്പർ 96 എടുത്തോ മക്കളെ. അണ്ടർസ്റ്റാൻഡ് നിയർ ആൻഡ് ഫാർ. നിയർ ആൻഡ് ഫാർ നിങ്ങൾ പഠിച്ചതല്ലേ? അടുത്തും അകലെയുള്ള വസ്തുക്കള്, അത് പഠിച്ചതല്ലേ ഇതില്? നിയർ ആൻഡ് ഫാർ പഠിച്ചതല്ലേ? ഒരു തമ്പ് കാണിച്ചേ. ഓക്കെ, നിയർ ആൻഡ് ഫാർ. അപ്പോ ആ പേള് നിങ്ങൾ കളർ ചെയ്യണം. നിങ്ങൾ അത് പഠിച്ചു അല്ലേ? പിന്നെ ചെയ്താൽ മതി. അത് ഹോംവർക്ക് ആയിട്ട് മിസ് തരുന്നതാണ്, ഇപ്പൊ ചെയ്യണ്ട. കളർ ഇപ്പൊ ചെയ്യണ്ട, മിസ് പറഞ്ഞു തരുന്നത് മാത്രം. അതിന്റെ തൊട്ട് താഴെ കമ്പയർ തിക്ക് ആൻഡ് തിൻ. തിക്കും തിന്നും കമ്പയർ ചെയ്യാൻ പഠിച്ചതല്ലേ? മെലിഞ്ഞതും തടിച്ചതും പഠിച്ചതല്ലേ? തമ്പ് കാണിച്ചേ നോക്കട്ടെ. പഠിച്ചതാണോ? തിക്കു തിൻ. ഓക്കെ. നെക്സ്റ്റ്, മാച്ച് സിമിലർ ഒബ്ജക്ട്. സിമിലർ ആയിട്ടുള്ള ഒബ്ജക്ട് അതും നിങ്ങൾ പഠിച്ചതല്ലേ? ഒരുപോലെയുള്ളത് അല്ലേ? അപ്പൊ നിങ്ങൾ പഠിച്ച കാര്യങ്ങൾക്ക് മാത്രമേ നിങ്ങൾ അതില് ക്രയോൺ ചെയ്യണ്ടു. ഓക്കെ, നിങ്ങൾക്ക് അറിയുന്ന കാര്യങ്ങൾ. ഓക്കെ. അണ്ടർസ്റ്റാൻഡ് മെനി ആൻഡ് ഫ്യൂ. ധാരാളവും കുറച്ചുള്ളത് നിങ്ങൾ പഠിച്ചു ഇല്ലേ? പഠിച്ചില്ലേ? ഓക്കെ. അണ്ടർസ്റ്റാൻഡ് ദ ബേസിക് ഷേപ്സ്. ബേസിക് ആയിട്ടുള്ള ഷേപ്സ്, സർക്കിൾ, റെക്ടാങ്കിൾ, സ്ക്വയർ ആൻഡ് ട്രയാങ്കിൾ, അത് നമ്മൾ പഠിച്ചതല്ലേ? പേജ് നമ്പർ 96 മകളെ, 96, പേജ് നമ്പർ 96, ലാസ്റ്റ് പേജ്, ലാസ്റ്റ് വൺ. അണ്ടർസ്റ്റാൻഡ് ദ ബേസ് 4 ബേസിക് ഷേപ്സ്, അതായത് ബേസിക് ആയിട്ടുള്ള 4 ഷേപ്സ്, സർക്കിൾ, റെക്ടാങ്കിൾ, സ്ക്വയർ ആൻഡ് ട്രയാങ്കിൾ, അത് നമ്മൾ പഠിച്ചതല്ലേ? ഷായക് പഠിച്ചില്ലേ? ഷേപ്സ് പഠിച്ചില്ലേ? ഓക്കെ. കൗണ്ട് ആൻഡ് റൈറ്റ് നമ്പേഴ്സ് 1 to 50. 1 to 50 വരെ നമ്മൾ കൗണ്ട് ചെയ്യാൻ പഠിച്ചുവോ? മിസ് ഇപ്പൊ കൗണ്ട് ചെയ്യാൻ പറഞ്ഞ് നിങ്ങൾക്ക് പറ്റൂലേ? 1 to 50 വരെ പറ്റും. ഓക്കെ. ആൻഡ് റൈറ്റ്, എഴുതാൻ പറഞ്ഞാൽ എഴുതാൻ പറ്റൂലേ 50 വരെ? ഓക്കെ, അത് നമ്മൾ പഠിച്ചു. പുട്ട് ടുഗദർ ആൻഡ് കൗണ്ട് ഹൗ മെനി ഇൻ ഓൾ. എണ്ണാൻ പഠിച്ചു നമ്മൾ. എത്ര ടോട്ടൽ എത്ര? ഇപ്പൊ നമ്മൾ പഠിച്ചത്, ഇന്നത്തെ ക്ലാസ്സിൽ പഠിച്ചതാണ്. എന്ത്? പുട്ട് ടുഗദർ, ഇത്ര എണ്ണം കൂട്ടി, അതായത് 3 ബേർഡ് ഉണ്ട്, അതിന്റെ കൂടെ ഒരു ബേർഡും കൂടെ ആഡ് ചെയ്താൽ എത്ര? കൗണ്ട് ചെയ്ത് എണ്ണി തിട്ടപ്പെടുത്തി എഴുതാൻ പഠിച്ചില്ലേ നമ്മൾ ഇന്ന്? ഓക്കെ. ഓക്കെ. ടേക്ക് അവേ ആൻഡ് കൗണ്ട് ഹൗ മെനി. അതായത് ടേക്ക് അവേ, ഇത്ര എണ്ണം ടോട്ടൽ ഉള്ളതിൽ നിന്നും ഇത്രയും പോയാൽ ബാക്കി എത്ര? അത് നമ്മൾ പഠിച്ചു. ടേക്ക് അവേ അല്ലേ? 6 ബലൂൺസ് ഉണ്ട്, അതിൽ നിന്നും 4 ബലൂൺസ് പറന്നുപോയി, നമ്മുടെ കയ്യിൽ നിന്ന് നഷ്ടപ്പെട്ടു, ബാക്കി എത്ര? അത് നമ്മൾ പഠിച്ചില്ലേ? ഉള്ളതിൽ നിന്നും കുറച്ചെണ്ണം പോയാൽ ബാക്കി എത്ര? അതും കൗണ്ട് ചെയ്ത് എഴുതാൻ നമ്മൾ പഠിച്ചു. പഠിച്ചില്ലേ? പഠിച്ചു. ഓക്കെ. ഓക്കെ, മാത്സിൽ ഇത്രയേ ഉള്ളത് മക്കളെ. അപ്പോൾ ഇന്ന് തന്ന ഹോംവർക്ക് ഇതാണ്. അത് കാര്യമായിട്ടുള്ള ഹോംവർക്ക് അല്ല, നിങ്ങൾ പഠിച്ചതെല്ലാം ഒന്ന് ക്രയോൺ ചെയ്യാൻ വേണ്ടി. ഓക്കെ. പിന്നെ ഇതിപ്പോ നോട്ടിൽ എഴുതേണ്ടത് എങ്ങനെയാ? ഇത് നോട്ടിൽ എഴുതണോ മക്കളെ? വേണമെന്നില്ല അല്ലേ? പുട്ടിങ് ടുഗദറും ടേക്കിംഗ് എവേയും എവിടുന്നാണെങ്കിൽ മിസ് ഇപ്പം പിക്ചർ വരച്ചിട്ട് നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുമെങ്കിൽ നല്ല തന്നെ. 3 ബേർഡ്സ് 1 ബേർഡ്സ്, അല്ലെങ്കിൽ 3 ആഡ് 1. ഓക്കെ, ഇങ്ങനെ ചെയ്തിട്ട് നിങ്ങൾക്ക് നോട്ടിൽ അതും കൂടെ ഒന്ന് എഴുതാൻ പറ്റുമെങ്കിൽ നല്ല തന്നെ. ഇല്ലെങ്കിൽ കുഴപ്പമില്ല, നിങ്ങൾ ടെക്സ്റ്റ് ബുക്ക് നോക്കി പഠിച്ചാൽ മതി. സ്ലേറ്റിൽ നിങ്ങൾ തന്നെ പിക്ചർ വരച്ച്, നിങ്ങൾക്ക് ഫ്ലവറിന്റെ ഒക്കെ ചിത്രം വരക്കാൻ അറിയുന്നില്ലേ? ഫ്ലവറിന്റെ ഒക്കെ രണ്ട് ഫ്ലവർ വരക്കുക, ശേഷം നെക്സ്റ്റ് കോളത്തിൽ ഒരു ഫ്ലവർ വരക്കുക, അത് രണ്ടും കൂടെ കൂട്ടിയാൽ എത്ര ഫ്ലവർ ആകും എന്നൊക്കെ സ്ലേറ്റ് തന്നെ നിങ്ങൾ ചെയ്ത് പഠിക്കുക. ഓക്കെ. ഇല്ലെങ്കിൽ പാരന്റിന്റെ ഹെൽപ്പ് വാങ്ങിക്കുക. ഓക്കെ. മാത്സിൽ ഇത്രയേ ഉള്ളൂ. ഇത്രയാണ് നമ്മൾ എക്സാമിന് ഉണ്ടാവുക. മാത്സ് നമുക്ക് അങ്ങനെ തീർന്നിരിക്കുകയാണ്. കഴിഞ്ഞില്ലേ? നമ്മളൊന്നും ഇതിൽ വിട്ടുപോയില്ലല്ലോ മക്കളെ. അപ്പൊ ഇപ്പൊ മിസ്സിന് 1 to 50 വരെ ആരാ ഒന്ന് എണ്ണി തരുന്നേ? ചെയ്യാനായിക്കോട്ടെ അല്ലേ? ജയാൻ ഒന്ന് എണ്ണി തന്നെ. ഉറക്കെ എണ്ണണേ. ലൗഡ്ലി. ആ
Okay. 6, 7, 8, 9, 10, 11, 12, 13, 14, 15, 17, 18. മോനെ സയാൻ ഒന്ന് ഇവിടെ ശ്രദ്ധിച്ചേ. 30, 40 എന്ന് പറയാൻ പാടില്ല. മിസ് പറഞ്ഞില്ലേ? അതായത് 13, 14, 15 അങ്ങനെ തന്നെ പറയണം. ഓക്കെ, മനസ്സിലായോ? ഓക്കെ ഓക്കെ. 20 വരെ എണ്ണിയില്ലേ മോൻ? ഇനി 21 തൊട്ടിട്ട് ഹാനിയ 21 തൊട്ട് എണ്ണിയ മോളെ. 21, 23, 24, 25, 22, 26. മോൾ അവിടെ നോക്കണ്ട, ഇവിടെ മാത്രം നോക്കി, മിസ്സിനെ മാത്രം നോക്കി ഒന്ന് ചൊല്ലിയേ. 24, 5, 26, 27, 30. ഓക്കെ ഓക്കെ. സായക് 31 മുതൽ ചൊല്ലിയേ. ഓക്കെ ഓക്കെ. സായക് ഒന്ന് ചൊല്ലിയേ. 31, 32, 33, 34, 35, 36, 37, 38, 39, 30. 40. ഓക്കെ. ഫാത്തിമ 41 മുതൽ ഒന്ന് ചൊല്ലിയ മോളെ. 41, 41, 42, 43, 45, 44, 44, 45, 46, 7, 48, 49, 50. ഓക്കെ ഓക്കെ ഓക്കെ. വെരി ഗുഡ്. നെക്സ്റ്റ് ഷസിൻ അഹമ്മദ്. ഷസിൻ എണ്ണിയ മോനെ. 1, 2, 3. ആ ആ ആ 5, 6, 7, ആ 8, 9, 10, ആ 11, ആ 12, ആ 13, ആ 14, 14, 15, 16, 17, 18, 19. 20. വെരി ഗുഡ് വെരി ഗുഡ് വെരി ഗുഡ്. മതി 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 മതി. മാനവ് ഷൈജു സേ 21 to 30. 8, 9, 21, 21, 22, 23, 24, 25, 26, 27, 28, 29, 30, okay, very 31. good, very good. Madi, okay okay, enough. Next Dandev 31 to 40. 31, 32, 33, 34, 35, 36, 35, 38, 39, 40. Okay, Ishida say 41 to 50. 41, 42, 43, 44, 45, 46, 47, 48, 49, 50. 50. Very good, very good. Next Nihara Nihal say 1 to 20. 1, 2, 3, 4, 5, 6, 7, 8,
9, 10, 11, 12, 13, 14, 14, 15, 70, 80, 90, 20, okay, 21, enough. Next, Gayatri, 21 to 30, 21 to 30, 1, 2, 21, 21, 22, 23, 25, 26, 27, 28, 29, 30, okay, 31. enough. 31 to 40, then Dev. മോനെണ്ണിയോ ഓതിയോ? ഇനി ആരാ ചൊല്ലാൻ ബാക്കിയുള്ളവരാരെങ്കിലും ഉണ്ടോ മക്കളെ? എല്ലാവരും ചൊല്ലിയോ? ചെയ്യാൻ മോൻ ചൊല്ലിയതല്ലേ? ഓക്കെ. അപ്പൊ മക്കളെ നിങ്ങൾക്ക് 1 to 50 വരെ കൗണ്ട് ചെയ്യാൻ പറ്റും, 1 to 50 വരെ എഴുതാനും പറ്റും. ഫാത്തിമ മോള് പറഞ്ഞതല്ലേ? ഓക്കെ. അപ്പോ നമ്മൾ 50 വരെ എഴുതാൻ പഠിച്ചു, എണ്ണാൻ പഠിച്ചു, പഠിച്ചു, ടേക്കിംഗ് അവേ പഠിച്ചു, തിക്ക് പഠിച്ചു, തിൻ പഠിച്ചു, മെനി മോർ. പിന്നെന്താ പഠിച്ചേ? ഷേപ്സ് പഠിച്ചു അല്ലേ? പഠിച്ചില്ലേ? ഇത്രയും വർക്കുകൾ ടെക്സ്റ്റും കംപ്ലീറ്റ് ആയിരിക്കണം, നോട്ടും കംപ്ലീറ്റ് ആയിരിക്കണം. നോട്ട് ബുക്ക് കംപ്ലീറ്റ് ആകാത്തവരുണ്ടോ? നിഹാൽ എവിടെ മോനെ? നിഹാരം അടിച്ചായിട്ട് വീണ്ടും അവിടെ കിടക്കുന്നോ? നിഹാര വിളിച്ചതൊന്നും പറ്റത്തില്ല, അതിനെ പഠിക്കാം. ആണോ? എന്താ അങ്ങനെ? മിസ് വീട്ടിലേക്ക് വരേണ്ടി വരുമോ? അതെ അല്ലേ? എന്നാ മിസ് ഇപ്പൊ വീട്ടിലേക്ക് വരുന്നു പറഞ്ഞേട്ടോ. സാറിനെയും കൂട്ടി മിസ് ഇപ്പൊ വരുന്നു പറഞ്ഞേ. എണ്ണീറ്റ് പോലുമില്ല. ആണോ? എണ്ണീറ്റ് പോലുമില്ല അല്ലേ? ആ, നല്ല കുട്ടികളാണെങ്കിൽ എന്താ വേണ്ടേ? പങ്ക്ച്വലായി ക്ലാസ്സിൽ കയറണം, മിസ് പറയുന്നത് അനുസരിക്കണം, വർക്കുകൾ ചെയ്യണം, ഹോംവർക്കുകൾ ചെയ്യണം അല്ലേ? നല്ല കുട്ടികൾ അങ്ങനെയല്ലേ ചെയ്യുന്നേ? പഠിച്ചു മിടുക്കന്മാരാകണ്ടേ നിങ്ങൾക്ക്? വേണ്ടേ? ആ, അപ്പൊ നല്ല കുട്ടികൾ അങ്ങനെ ചെയ്ത് മടി പിടിച്ചിരുന്നാൽ നമ്മൾ പഠിക്കൂല അല്ലേ? നല്ല കുട്ടികളാകണം. റിഹാൻ മോനെ ഇത്രയും നേരം എന്താ ക്ലാസ് കയറിയായിരുന്നോ? എവിടെ? ആ, റിഹാൻ ക്ലാസ് അറ്റൻഡ് ചെയ്യില്ലാന്ന് പറഞ്ഞിട്ട് കളിക്കാൻ പോയതോ? അപ്പൊ ക്ലാസ്സിൽ കയറണ്ട. ക്ലാസ്സിൽ കയറി ക്ലാസ് കഴിഞ്ഞതിന് ശേഷം മാത്രമേ കളിക്കാൻ പാടുള്ളൂ. ഓക്കെ, റിഹാൻ ഒന്ന് കൗണ്ട് ചെയ്തേ. മിസ്സിന് 30 മുതൽ 50 വരെ എണ്ണി തന്നെ. 31 മുതൽ ഒന്ന് എണ്ണിയേ. 31, 31, 32, 33, 34, 35, 36, 37, 38, 39, 40, 41, 42, 43, 44, 45, 46, 47, 48, 48, 49, 50. ഓക്കെ. റിഹാൻ നല്ല മോനാണ്. ക്ലാസ് റെഗുലറായിട്ട് അറ്റൻഡ് ചെയ്യണം കേട്ടോ. ക്ലാസ് കഴിഞ്ഞതിന് ശേഷം മോൻ കളിച്ചോ. ഓക്കെ. മോന്റെ നോട്ട് കംപ്ലീറ്റ് ആണോ? 50 വരെ എഴുതി കംപ്ലീറ്റ് ആണോ നോട്ട് ബുക്ക്? നോ, നോട്ട് കംപ്ലീറ്റ് ചെയ്യണം. ഓക്കെ, ഇപ്പൊ എക്സാം ആകും, അപ്പോഴത്തേക്ക് നോട്ട് 50 വരെ കംപ്ലീറ്റ് ചെയ്യണം. മിസ് ഇപ്പൊ രാവിലെ എടുത്ത 2 ക്ലാസ്സും, അതായത് രാവിലത്തെ എടുത്ത 2 കാര്യമായിട്ടുള്ള പോർഷൻ ആണ്. യൂട്യൂബ് ക്ലാസ് കണ്ട് അത് മനസ്സിലാക്കണം മോൻ.
ഓക്കെ. ഗായത്രിന്റെ നോട്ട് കംപ്ലീറ്റ് ആണല്ലേ, വെരി ഗുഡ്. നല്ല മോളാണല്ലോ ഗായത്രി അല്ലേ? ഗായത്രി നല്ല മോളാണല്ലോ. ആണല്ലേ, നല്ല മക്കളാ. നിങ്ങൾ എല്ലാവരും നല്ല മക്കളാ. ആരാ അത്? ഓക്കെ. ആണോ? ഓ, എങ്ങനെ? നാളെ കംപ്ലീറ്റ് ആക്കും അല്ലേ? നാളെ കംപ്ലീറ്റ് ചെയ്ത് മിസ്സിന് സെൻഡ് ചെയ്ത് തരണം. ഓക്കെ ഓക്കെ. ഇതുവരെയുള്ള വർക്ക്, നോട്ട്ബുക്ക്, ടെക്സ്റ്റ് ബുക്കിലെ വർക്കും കംപ്ലീറ്റ് ആക്കണം. ഇന്ന് പേജ് നമ്പർ 94ഉം 95ഉം ആണ് നമ്മൾ എടുത്തത്. അത് കംപ്ലീറ്റ് ചെയ്യണം. ഓക്കെ. മക്കളെ, നിങ്ങളുടെ അടുത്ത സ്ലേറ്റ് ഇല്ലേ? സ്ലേറ്റ് ഉണ്ടോ? നമുക്ക് ക്ലാസ്സിൽ വരുന്ന സമയത്താണെങ്കിൽ നമുക്ക് ഇന്ന് മിസ് പഠിപ്പിച്ച ഈ 2 കാര്യങ്ങളും കുറച്ചുകൂടി പഠിക്കായിരുന്നു. ഒരുപാട് വർക്കൊക്കെ ചെയ്ത്. ഇപ്പൊ മിസ്സിന് 1 to 50 വരെ ഒന്ന് സ്ലേറ്റിൽ എഴുതുന്നേ മക്കളെ. സ്ലേറ്റ് എടുത്ത്, സ്ലേറ്റ് ഇല്ലാത്തവർ റഫ് ബുക്കിൽ എഴുതേ. നോക്കട്ടെ, പെട്ടെന്ന് ആരാ എഴുതി കാണിച്ചു തരുന്നേ നോക്കട്ടെ. ഏറ്റവും ഫസ്റ്റ് ആരാ എഴുതി തീർക്കുന്നേ നോക്കട്ടെ. ഫസ്റ്റ് എഴുതി കാണിക്കുന്നവരെ മിസ് ഇവിടെ നോട്ട് ചെയ്യുന്നുണ്ട്. സ്കൂളിൽ വരാൻ തുടങ്ങിയ മിസ് സമ്മാനം തരും. ഓക്കെ. ഫസ്റ്റില് മിസ്സിന് 1 to 50 എഴുതി കാണിച്ചു തരുന്ന ആരൊക്കെ നോക്കട്ടെ. മിസ് ഇവിടെ നോട്ടിൽ മിസ് പേരെഴുതി വെക്കും. അപ്പൊ ആദ്യം ആരൊക്കെയാന്ന് കാണിക്കുന്നതെന്ന് വിചാരിച്ചാൽ അവർക്ക് സ്കൂളിൽ വരാൻ തുടങ്ങുമ്പോൾ മിസ് സമ്മാനം തരുമല്ലോ. ഇഷ്ടല്ലേ സമ്മാനം? റിഹാൻ പെട്ടെന്ന് എഴുത്. 1 to 50 നല്ല നീറ്റായിട്ട് എഴുതണേ. ഷെസിൻ സ്റ്റാർട്ട് ചെയ്തു. ഹർഷാൽ തുടങ്ങി, നിഹാൽ തുടങ്ങി. നിഹാൽ നല്ല മോനാണ്. നിഹാരെക്കാണ് ഇത്തിരി മടിയല്ലേ? മടിയൊന്നും ഉണ്ടാവേണ്ടതല്ലോ. ഇഷിത തുടങ്ങി. മാനവ് ഷൈജു, മാനവ് എവിടെ? എനിക്ക് മുഖം കാണാൻ പറ്റുന്നില്ലല്ലോ. മോൻ എഴുതുന്നില്ലേ? ടേക്ക് യുവർ സ്ലേറ്റ് ആൻഡ് റൈറ്റ് ഡൗൺ 1 to 50. ഹർഷാൽ 25ഓ 24 വരെ എഴുതി അല്ലേ? ഓക്കെ. ദെൻ ബാക്കി എഴുതിയേ ഹർഷാൽ അല്ലേ? ഓക്കെ. വേഗം വേഗം ബാക്കി എഴുതി ഹർഷാൽ. ഹർഷാൽ എഴുത് എഴുത്. റിഹാൻ എഴുതി, സ്ലേറ്റിൽ എഴുതി. അതിന്റെ കയ്യിലുള്ള സാധനം എവിടെ വെക്കേ?
നോക്കട്ടെ ആർക്കാ ഫസ്റ്റില് 1 to 50 വരെ എഴുതാൻ പറ്റും നോക്കട്ടെ. ആർക്കെങ്കിലും കംപ്ലീറ്റ് ആയോ? എത്ര പേര് എഴുതി? ഹർഷാലിന് ഏതുവരെയായി? 45 വരെയായി. ഓക്കെ, അപ്പത്തെ മായിച്ചിട്ട് ഫുൾ എഴുതിക്കോ മോനെ. ഹർഷാലിന് 45 വരെ. വെരി ഗുഡ്. 45 വരെ എഴുതി അല്ലേ? ആ ഹർഷാലാണ് ഇപ്പൊ ഫസ്റ്റ്. നിഹാലല്ലേ ഇത്? യെസ്. മനു ഷൈജു മോൻ എഴുതുന്നുണ്ടോ? എവിടെ വരെ എത്തി എഴുതിയിട്ട്? ഓക്കെ ഓക്കെ, ബാക്കിയും കൂടി എഴുതാം മോനെ. നമ്മുടെ ക്ലാസ് ഇപ്പൊ കട്ടാവും. ഓക്കെ ഓക്കെ, നമ്മുടെ ക്ലാസ് ഇപ്പൊ കട്ടാവും. ആർക്കാ ഫുള്ളായത്? ഹാനിയ ഫുൾ എഴുതി അല്ലേ? വെരി ഗുഡ് വെരി ഗുഡ്. ആരാത്? റിഹാൻ. എവിടെ വരെ എത്തിയേ? 29. ഓക്കെ, 33 വരെ. ഓക്കെ ഓക്കെ. ഗായത്രി എത്ര എഴുതിയേ? ഒന്ന് പറഞ്ഞ മോളെ, മിസ് കാണുന്നില്ല അത്. ഫിഫ്റ്റി വരെ എഴുതിയോ ഗായത്രി? അങ്ങനെയല്ല, നീ ഏതുവരെ എഴുതിയെന്ന്. എത്ര വരെ എഴുതിയേ ഗായത്രി? 50 വരെ എഴുതിയോ? ഫിഫ്റ്റി വരെ കംപ്ലീറ്റ് ആയോ മോളെ? ഇല്ല.
ആ എങ്കിൽ 50 വരെ കംപ്ലീറ്റ് ആക്കേ. ഓക്കെ മക്കളെ, ഇപ്പൊ തന്നെ എല്ലാവരും എനിക്കത് സെൻഡ് ചെയ്ത് തരണം. 50 വരെ എഴുതിയതിനു ശേഷം എങ്കിൽ മാത്രമേ അവിടെ നിന്ന് എഴുന്നേക്കാൻ പാടുള്ളൂ. നിങ്ങൾ ഇന്ന് ഇപ്പൊ പ്രസന്റ് ആയ എല്ലാ മക്കളും എനിക്ക് 50 വരെ എഴുതി സെൻഡ് ചെയ്ത് തരണം. ഇപ്പൊ നിങ്ങളുടെ ക്ലാസ് കട്ടാവും. ആര് ആരാ ആരാ മായിച്ചത്? ഹർഷാൽ മിസ് കണ്ടതായിരുന്നു. ഹർഷാലിന്റെ മിസ് കണ്ടു. ആ ഓക്കെ, 45 വരെ ഞാൻ കണ്ടായിരുന്നു ഹർഷാലിൻ്റെത്. 50 ബാക്കി 46 47 എഴുതി 50 ആക്കി സെൻഡ് ചെയ്താൽ മതി. ഓക്കെ ഓക്കെ, ബൈ മക്കളെ. നെക്സ്റ്റ് അടുത്ത പീരീഡ് നമുക്ക് കാണാം. അടുത്ത 2 പീരീഡ് EVS ആണല്ലോ അല്ലേ? 11:30ക്ക് EVS അല്ലേ? ഓക്കെ ബൈ. അപ്പോഴത്തേക്ക് എനിക്കിതൊന്ന് സെൻഡ് ചെയ്ത് തരണേ. 40 വരെ എഴുതി. ബൈ. Thank you dears. Okay, welcome. You're welcome. Thank you dears.